നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗൂഗിൾ ക്രോം വഴി സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും ഡ്രസ് മെറ്റീരിയൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് പരസ്യങ്ങളിങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നത് കാണാം. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. ആ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്താലും ആ സെർച്ച് ഡീറ്റെയിൽസ് ഗൂഗിളിന് സെൻഡ് ചെയ്ത് കൊടുക്കും ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ സെൻഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ടായിരിക്കും ഗൂഗിൾ ക്രോം നമുക്ക് പരസ്യങ്ങൾ വിടുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഗൂഗിൾ ക്രോമിൽ ഓഫ് ചെയ്ത് വെക്കുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ 3 ഡോട്ടുണ്ട്, അതിലൊന്ന് ടച്ച് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഗൂഗിൾ സർവീസ്. ആ ഗൂഗിൾ സർവീസ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 4 സെറ്റിങ്സ് ഓണായി കിടക്കുന്നത് കാണാൻ കഴിയും. 4 സെറ്റിങ്സ്, അത് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അകത്ത് മൂന്നാമതായിട്ട് ഒരു സെറ്റിങ്സ് ഉണ്ട്, ഇതാണത്. അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മേക്ക് സെർച്ചസ് ആൻഡ് ബ്രൗസിങ് ബെറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് നോക്കിക്കഴിഞ്ഞാൽ സെൻഡ് URLs ഓഫ് പേജസ് ദാറ്റ് യു വിസിറ്റ് ടു ഗൂഗിൾ. കാരണം നമ്മൾ വിസിറ്റ് ചെയ്യുന്ന പേജിൻ്റെ URL ഗൂഗിളിന് അയച്ചു കൊടുക്കുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് ഗൂഗിളിന് കിട്ടിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള നമ്മൾ എന്തൊക്കെയാണോ അന്വേഷിച്ചത് ആ രീതിയിലുള്ള പരസ്യങ്ങൾ ഇങ്ങനെ ഗൂഗിൾ ക്രോമിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഒന്നും ഗൂഗിൾ ക്രോമിന് കിട്ടുന്നതല്ലായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.